സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ധർമ്മം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ ആത്മാനുസ്തുതി. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരിക, അകത്തിന്റെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്ന ഹൃദയത്തിന്റെ പ്രകാശം എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ ആത്മാനും മധുരമായ വരുന്നേ മധുരമായ തണുപ്പേരും എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടുകൂടി പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിപ്പെടാതെ മനുഷ്യലോകമല്ലാതെ യാതൊന്നുമില്ല. പാടിപ്പിക്കാൻ മുറിവേറ്റുന്ന വർദ്ധിക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ കടുപ്പമുള്ളതുമായി കൊടുക്കുക. തണുത്തതിൽ ഒളിപ്പിക്കാൻ നിർവഴിയില്ലാതെ പരിഹരിക്കുക. അങ്ങേ ശരണപ്പെട്ടിരിക്കുന്ന പുണ്യഗതി ഭാഗ്യമരണം നിത്യാനന്ദവും ഞങ്ങൾക്ക് നൽകിയ ആവശ്യത്തിനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലെയും കുടുംബത്തെയും കുടുംബജീവിതത്തെയും സ്ഥാപിച്ച് അനുഗ്രഹിച്ച ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കളായ ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്നേ ദിവസം വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാൻ മനസ്സമ്മതത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മകളെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിലെയും മാർ യോസേഫ് പിതാവിനെയും പോലെ ദൈവസ്നേഹത്തിലും വിശ്വാസ ജീവിതത്തിലും സമാധാനം ജീവിതം നയിക്കുവാൻ മകളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അന്വേഷിക്കുമാമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ നന്മകളെ ഓർക്കുന്നു. കുടുംബജീവിതത്തെ സ്ഥാപിച്ച് ദാമ്പത്യ ജീവിതത്തെ ആശീർവദിച്ച് അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ കാര്യം ഇന്ന് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന മനസ്സമ്മതം നടത്തുന്ന ഞങ്ങളുടെ പ്രിയ മകളുടെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. അങ്ങയുടെ മകളുടെ പ്രസാദപര ജീവിതം വഴി സ്വർഗത്തിൻ്റെ കടാക്ഷവും കൃപയും സ്വീകരിക്കുവാൻ മകൾക്കിടയാകട്ടെ. ദൈവപിതാവിൻ്റെ അനുഗ്രഹവും പുത്രനായ യേശുവിൻ്റെ ആശീർവാദവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നേക്കും മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ കല്യാണ വിരുന്ന്. 3-ാം ദിവസം ഗലീലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു.
ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും കാത്തു സൂക്ഷിച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഇത്. ഗലീലയെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവിടെ അവർ ഏതാനും ദിവസം താമസിച്ചു. This is more than imagine. This is more than ordinary love. Didn't realize this could happen. Oh, the grace would be enough. This is more than imagine. This is more than ordinary love. Didn't realize this could happen. Oh, the grace would be enough. ദൈവത്തിന് സ്തുതി. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹം കൂട്ടായിരിക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത റബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടെ തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ധനികൻ ദരിദ്രരാകാം, വിശന്നു വലയാം, കർത്താവിനെ തേടുന്നവർക്ക് നന്മകൾക്കൊന്നിനും കുറവുണ്ടാകിയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നവർ അകത്യങ്ങളിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമല്ല സഹായികൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകൾ നിറഞ്ഞ മൊഴിചൂടുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെയും നാഥനും സൃഷ്ടാവുമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സമാധാനം നിങ്ങളോട് കൂടി.
മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ എൻ്റെ സ്നേഹത്തെ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങളും എൻ്റെ സ്നേഹത്തെ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൊന്നക്കാട് ഇടവകയിൽ നിന്ന് നാട്ടക്കല്ല് ഇടവകയുമായിട്ട് വിവാഹബന്ധത്തിലൂടെ പൂവമ്പളം കുടുംബവും നെല്ലിയാട്ട് കുടുംബവും തമ്മിൽ ഒരു ഇടവക ബന്ധത്തിനപ്പുറം ഒരു നല്ല, പിന്നെ അതിന് പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒരു നല്ല ബന്ധം എൻ്റെ മനസ്സിന് ആഗ്രഹിച്ച് ഉദ്ധാരയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രിൻസ്, അന്ന, ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും. പ്രിൻസിന് സുഖമല്ലേ? പ്രിൻസിൻ്റെ പരിപാടി ഹോസ്പിറ്റലിൽ, 2 പേര് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാണിച്ചേട്ടനും പേടിക്കേണ്ട കാര്യമില്ല, ജോസിയേട്ടനും പേടിക്കേണ്ട കാര്യമില്ല, മോളി ചേച്ചിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഷേർലി ചേച്ചിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇഞ്ചക്ഷനും അത്യാവശ്യം എനിമയും തരും, അത്യാവശ്യം ഇഞ്ചക്ഷനും തരും, ബോധം കെടുത്തത് പോകും. പ്രിൻസ് എവിടെയാ? ആ, മാൾട്ടയിൽ എവിടെയാ? ആ, ഗോസയിൽ ഞങ്ങൾക്ക് പള്ളിയിൽ മലയാളി ചെന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നിട്ട് പള്ളിയിൽ പോയാൽ ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പള്ളി പോയില്ലെങ്കിൽ കാണാൻ പറ്റില്ല. അച്ഛനക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട കാര്യമില്ല, പള്ളിയിലൊക്കെ പോയെങ്കിൽ അച്ഛനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ പേര് വർഗീസ് പുത്തമ്പുരം, അറിയോ? അച്ഛൻ അച്ഛൻ്റെ കളറൊക്കെ പറഞ്ഞു. അറിവ് പറഞ്ഞ കളറെന്ന് പറഞ്ഞു. കണ്ണാടി കിട്ടോ? കളർ പറയാനെന്ന് പറഞ്ഞു. കണ്ണാടി കിട്ടൊക്കെ അതിനെപ്പറ്റിക്കാൻ നോക്കാതെ. കളറാണെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി കളർ പറയുകയല്ല. അത് കൊള്ളാം. ഇവിടെ കേട്ടാ, ഇനി എന്നാ തിരിച്ച് മാട്ടിലേക്ക് പോണേ? ഈ മാസം അന്നേ കൊണ്ടുപോകുന്നുണ്ടോ? അന്നേ കൊണ്ടുപോകുന്നുണ്ടോ? ആ, മാൾട്ടയ്ക്കാണോ പോകുന്നത്? അല്ലെങ്കിൽ മാൾട്ടയിൽ ജർമ്മനിക്കാണോ പോകുന്നത്? മാൾട്ടയ്ക്ക് ബസ് തിരക്കുകളൊക്കെ തുടങ്ങി ചെന്നിട്ട് പെട്ടെന്നൊക്കെ ശരിയാവട്ടെ എന്നാ. അപ്പോൾ കല്യാണത്തിൻ്റെ സന്തോഷമാണല്ലോ അല്ലേ? മുഖത്ത് കയറിയിട്ട് തന്നെ ഞാൻ ചിരിച്ച് ദേവാലയത്തിലേക്ക് വന്നത് ഞാൻ ആദ്യം ഓർത്തത് ഏതൊരു സിനിമയിലെ ഇതിനൊന്ന് നിർത്തിക്കോട്ടെ, ഇനിയിപ്പോൾ എൻ്റെ സമുദ്രം മാറി ഈ വരുന്ന കല്യാണം. ആ, അപ്പം ഈ ഏതൊരു സിനിമയിൽ പൃഥ്വിരാജാണ് തോന്നുന്നത്, ആടിനെ മരുഭൂമി നോക്കുന്ന സിനിമ ഉണ്ടോ? ഞാൻ ആദ്യം ഓർത്തത് പൃഥ്വിരാജാണോ പേര്? പേടിക്കണ്ട കേട്ടോ, നല്ല സ്മാർട്ടാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞത് പേടിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ പള്ളി ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടല്ലോ എന്നോ കേട്ടോ. രണ്ടുപേരും സ്നേഹത്തോടു കൂടി, യോഗന പറഞ്ഞു വയ്ക്കുന്നത് സ്നേഹത്തോടു കൂടി തുടങ്ങണമെന്നാണ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നും യോഗനൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാളുവിൻ്റെ കല്യാണത്തിൽ ഞാനാണ് പ്രസംഗം പറഞ്ഞത്. എന്നതാ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്നതാ അതിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഒരു ചിത്രകാരൻ, അവനെ സംബന്ധിച്ച് വളരെയേറെ നിർബന്ധമുണ്ടായിരുന്നു. പ്രിൻസ് താൻ വരയ്ക്കുന്ന ചിത്രം ഏറ്റവും സുന്ദരമായിരുന്നു ഈ ലോകത്തിൽ വെച്ച്. അങ്ങനെ ചിത്രകാരൻ തൻ്റെ ക്യാൻവാസ് എല്ലാം മുറിയിലൊരുക്കിയതിന് ശേഷം
ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായത് വരയ്ക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. പക്ഷെ അവൻ്റെ ചിന്തയിലേക്ക് വന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഇവൻ അതിരാവിലെ എല്ലാം ഒരുക്കിയതിന് ശേഷം അവൻ അതിരാവിലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യം കാണുന്നത് ഒരു പുരോഹിതനെയാണ്. പുരോഹിതനോട് ചോദിച്ചു, അല്ലേ പുരോഹിത, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടുള്ളത് എന്താണ്? പുരോഹിതനോട് ചോദിച്ചു കഴിയുമ്പോൾ പുരോഹിതന്മാർ 99.9% പുരോഹിതർ പറയുന്നത് ഒരേ വർത്തമാനമായിരിക്കും. ജനമെല്ലാം വിശ്വാസികളായിരുന്ന നന്നായിരുന്നു. ഇന്ന് നമ്മുടെ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം കാണാൻ കഴുത കാല് പിടിക്കുന്നത് പോലെ കർത്താവിൻ്റെ കാല് പിടിക്കും. കാര്യമൊക്കെ കണ്ടു കഴിയുമ്പോൾ ലൂക്കാസ് വിശേഷത്തിൽ കാണുന്നത് പോലെ 9 കുഷ്ഠരോഗികളെ പോലെ നമ്മളെ കൂടിപ്പോകും. പിന്നെ നമുക്ക് അവൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് അടുത്ത ആവശ്യം വരണം ദൈവത്തെ കാണാൻ. പുരോഹിതനപ്പം അസന്നിഗ്ധമായിട്ട് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടുള്ളത് വിശ്വാസം. വാഗ്ദാനത്തിനായി തിരുമുമ്പിലണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവുമായ സർവീശ്വര. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാവുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിൻസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ അന്യയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ പ്രിൻസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയിൽ നിർമ്മലപദമായി സ്വീകരിച്ച കർത്താവായ മിശിഹായി വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലത് കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാരോസ്യത്തിന്റെയും ഞങ്ങളുടെ പിതാവായ തോമാശ്രീകായുടെയും പ്രാർത്ഥന ഇവരുടെ വിവാഹ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും ശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവും വരണട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ പരിപാലനെ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇബ്രാഹിമിനെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിനും സത്യത്തിനും സ്നേഹത്തിനും മനസ്സിന്റെ ഐക്യത്തിനും ഉദ്ധരിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹമെന്ന ഉദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. As deep as my soul can reach, and as far as my eyes can see, with every breath that I breathe, and with every word
yours. All my love is yours. All my love is yours. All my love is yours. If the stars, they all burn out, oh, and every hill comes crashing down, and if the sun decides to fade, oh, even then, still I would say, all my love is yours. 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 ദേവാലയത്തിലെ അനുഗ്രഹപ്രദമായ ചടങ്ങുകൾക്ക് ശേഷം ഇന്നത്തെ ദിവസത്തിന്റെ താരങ്ങളായ ജോമോളും പ്രിൻസും ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകും എന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ പ്രിൻസും ജോമോളും പരസ്പരം കണ്ടുമുട്ടിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ താരങ്ങളായ പ്രിൻസ് ചേട്ടായും അനചേച്ചിയും വേദിയിലുണ്ട്. ഈ ധന്യമുഹൂർത്തത്തിൽ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ആശംസകൾ അറിയിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ചടങ്ങുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. ഇവരുടെ മനസ്സുകൾ തമ്മിലുള്ള സമ്മതം പരസ്യമായി നമ്മളോട് അറിയിച്ച ദിവസം. Once again, I wish a wonderful life together. ചേട്ടായിയെയും ചേച്ചിയെയും എല്ലാവർക്കും പരിചയമുണ്ടെങ്കിലും ഔപചാരികതയുടെ പേരിൽ പരിചയപ്പെടുത്താം. Firstly, I introduce our beautiful groom, Mr. Prince Jose Anthony. He completed his education in hospitality science and currently working as a nursing associate in Malta. And our beautiful bride Anna, she completed his education in BSc Nursing and currently working as a nursing officer in Ikura International Hospital, Calicut. And still, the frame is incomplete with the parents and siblings of our bride and groom. Let's invite them to the stage.